മിന്നാമിന്നിക്കും കാലം വന്നാല നീലാകാശത്തെ മായ നക്ഷത്ര കാവിൽ മിന്നാമെടാ എമ്മച്ചാനെ തക്കിട്ട 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 തക്കിട്ടതേ റസാത്തേ ദന്തനക്കനതേ എമ്മച്ചാനെ തക്കിട്ട 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 തക്കിട്ടതേ റസാത്തേ തക്കത 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 തിരുഗിടോം 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 തീ ഹേ മെബു എന്തോ തകർത്തടാ. താങ്ക് യു. എന്താ എനർജി, ഡാൻസ് കളിച്ചു, അവരുടെ ഒപ്പം നീ കളിച്ചു, ഭയങ്കര എനർജി ആയിരുന്നു. സൂപ്പർ സൂപ്പർ പെർഫോമൻസ്. ശരത് സർ, എനിക്കൊരു സ്റ്റെപ്പ് കാണിച്ചു തരണം. എഴുന്നേക്ക്, ശ്രീഹരി അർജുൻ എഴുന്നേറ്റ്. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. ഒരു സ്റ്റെപ്പ് കണ്ടോട്ടോ. അത് ഏത് പോർഷൻ ആയിരുന്നു? ഒന്നിടോ ഷിനു ചേട്ടാ, ഇപ്പൊ കണ്ടോട്ടാ, അതുപോലെ തന്നെ ചെയ്തോളണം. ആ റെഡി. എമ്മച്ചാനെ തപ്പട്ടിക്കട്ട തക്കില്ല ടിക്കട്ട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗം പറ്റിയടേ മിന്നാമിന്നിക്കും കാലം വന്നാല നീലാകാശത്തെ മായ നക്ഷത്ര കാവിൽ മിന്നാമെടാ. അർജുൻ ചെയ്യുമ്പോ പിന്നെ കുഴപ്പമില്ല, ശ്രീഹരി ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക അഴക് കാണാം, ഒരു പ്രത്യേക മെഴുക. കലക്കി രണ്ടുപേരും. ഗുഡ് ഗുഡ് നൈസ്. ഓക്കേ, ചോദിക്കാം. ശരത് സർ. മോനെ എന്തോ തകർത്തടാ, സൂപ്പറായിട്ട് പാടി. ചില തമിഴിൽ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു ആഘോഷ തിമിർപ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട എന്ന് എൻ്റെ മനസ്സ് പറയും. മക്കളെ നന്നായിട്ട് പാടി. ആ ഒരു ചരണത്തിൽ മാത്രം ഏതോ ഒരു ഏരിയ ശ്രുതി കുറച്ച് ഫ്ലാറ്റായിരുന്നു, പിന്നെ തുടങ്ങിയപ്പോഴും അത് കുഴപ്പമില്ല, നമുക്കതൊക്കെ മറക്കാം കേട്ടോ. പക്ഷെ അതിൻ്റെ ഫീൽ ഉൾക്കൊണ്ട് പാടി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്നാ ഡാൻസേഴ്സ് എല്ലാം കൂടെ വന്നപ്പോൾ അങ്ങ് ഒരു കല കെട്ടിയാച്ച്. ഇതാരാ പാടിയേക്കുന്നറിയാം? ശങ്കർ മഹാദേവൻ സാർ. ആരാണ് മ്യൂസിക്? ആരാണ്? പറഞ്ഞോ. സന്തോഷ് വർമ്മ സാർ. അല്ല, വെരി ഗുഡ് മക്കളെ, നന്നായി. ഇപ്പൊ അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയോ? ഈ പടത്തിന്റെ ഡയറക്ടർ ആരാ? ലിറിക്സ് സന്തോഷ് വർമ്മ സാറേ. പടത്തിന്റെ ഡയറക്ടർ ആരാ? മ്യൂസിക് കൊടുത്തത്. ഞാനൊരു ക്ലൂ തരട്ടെ? അല്ല, എനിക്ക് ആ പേര് ക്ലൂ ഇല്ലാതെ പറയട്ടെ ചേർത്തേട്ടാ. ഇത്രയും ഫേമസ് ആയ ആളെ മറക്കാവോ? എനിക്ക് ആ പേര് കിട്ടുന്നില്ല. അതാ ഞാൻ ഒരു ക്ലൂ തരട്ടെ? ക്ലൂ തന്നാലും പറയത്തില്ല, അത് പിന്നെ എനിക്ക് നാണക്കേടാവും. മെബൂട്ടാ എന്തായി കാണുന്നത്? പറഞ്ഞു ശരത്തേട്ടൻ തന്നെ ക്ലൂ കൊടുക്ക്. നാദവിനോദം. എനിക്ക് ആളെ മനസ്സിലായി. ആദ്യമേ പറഞ്ഞതാ ചമ്മ. നാദിർഷ സാർ. അയ്യോ, അതിനാ ഞാൻ നാദർ വിനോദമാണ് എനിക്ക് പാടാൻ പറ്റുമോ? പോട്ടെ മക്കളെ, പാട്ടൊക്കെ തകർത്തുടാ. സൂപ്പർ, അടിപൊളി അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക, നീ അടിപൊളിയായിട്ട് പാടുക. താങ്ക് യു സർ. കാരണം ഇത് ഈ പാട്ട് പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അടിപൊളി സോങ്. ഇപ്പൊ സെലിബ്രേഷൻ റൗണ്ടിലൊക്കെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു പാട്ട് പാടാൻ. കാരണം ഈ ഹൈസിൽ നല്ല പ്ലാൻസ് വരുന്നുണ്ട്, അതുകൂടാണ്ട് നല്ല ബ്രെത്ത് എടുത്തിട്ട് പാടേണ്ട, ബ്രേക്ക് ഇല്ലാതെ പാടേണ്ട ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും ലാസ്റ്റ് അറ്റത്തൊരു പ്ലാനും അതൊക്കെ മെബൂട്ടൻ അടിപൊളിയായിട്ട് പാടി കേട്ടോ. മിന്നാമിന്നിക്കും കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ മിന്നാമെടാ എമ്മച്ചാനെ തപ്പട്ടിക്കട്ട തകില്ല ടിക്കട്ട നീ അടി റാസാത്തേ ആസപ്പെട്ടൊരു യോഗം പറ്റിയടേ. എക്സ്ട്രീം ഹൈ പോയപ്പോൾ മാത്രം ഒരു ചെറിയൊരു സ്ട്രെയിൻ പോലെ ഒന്ന് തോന്നി. അതർവൈസ് ക്ലീൻ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു അപകടവും ഇല്ല. നന്നായിട്ട് പാടി, അടിപൊളിയായി. നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഈ ഒരു ഒക്കേഷന് പറ്റിയ ഒരു ആഘോഷ ഗാനം. അതെ, എല്ലാ ഡാൻസേഴ്സും എല്ലാവരും കൂടെ ഒന്നിച്ച് അതങ്ങ് അടിപൊളിയാക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ. മെബിൻ എന്തോ ആസ് യൂഷ്വൽ മെബിൻ എപ്പോഴും നല്ലൊരു പെർഫോമൻസ് തന്നിട്ടാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാറുള്ളത്. ഇന്നും നല്ലതായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു സർ. അതുപോലെ മോൻ ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഇന്ന്,
ടോപ്പിലോട്ടൊക്കെ പാടുമ്പോൾ എന്ത് പറ്റി? പിച്ച് കൂടുതലായിരുന്നോ? അല്ല, എനിക്ക് വന്നിട്ട് 2 ദിവസമായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിന് ജലദോഷം കഫം വന്നപ്പോ തൊണ്ടയ്ക്ക് ചെറിയ കഫം അല്ലേ? കഫം. പിന്നെ അടിപൊളിയായിരുന്നു, നന്നായിട്ട് പാടി. Thank you, എനിക്ക് sir. ആകെ ഈ ടോപ്പ് പോർഷൻസിൽ സ്ട്രെയിൻ ഉണ്ടെന്നുള്ളത് മാത്രമേ. പിന്നെ തുടക്കത്തിലുള്ള വാ വാ അതൊക്കെ കുറച്ച്, പിന്നെ മോന്റെ പ്രായത്തിന് ഞാൻ ഇത്രയും വാവ മതി, കൂടുതൽ എക്സ്പെക്ട് ചെയ്യരുതല്ലോ. ആ ഒരു ത്രോ കുറച്ചും കൂടി തുടക്കത്തിൽ കിട്ടിയിരുന്നെങ്കിൽ രസമായിരുന്നു. അങ്ങോട്ടും രസമായിട്ട് വന്നു കേട്ടോ. തുടക്കം ആ ബ്രൈറ്റ് ആയിട്ടൊന്ന് തുടങ്ങാമെന്ന് തോന്നി. ബാക്കിയൊക്കെ അടിപൊളി. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. മെബു എന്തോ മാർക്സ് അറിയാം? അറിയാം. ഓക്കെ. ഷാനിക 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ 9. താങ്ക് യു സർ. സോ ടോട്ടൽ 17.5 മാർക്സ്. യെസ്. സൂപ്പർ. താങ്ക് യു. ഓക്കേടാ. Ni pa maga sa